ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. ഇന്ന് യൂണിറ്റ് 4 ഒരു സ്റ്റോറി ബാക്കിയുണ്ട്, പ്രേയിങ് ഹാൻഡ്സ്. സോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കൂ കേട്ടോ. ഹാവ് യു എവർ വണ്ടേർഡ് അബൌട്ട് ദ സ്റ്റോറീസ് ബിഹൈൻഡ് ഫേമസ് പെയിൻറ്റിങ്സ്? നിങ്ങളെപ്പോഴും ഫേമസ് ആയുള്ള ചിത്രങ്ങൾ, പെയിൻറ്റിങ്സ് കണ്ടിട്ട് അതിൻ്റെ ബിഹൈൻഡിൽ എന്തെങ്കിലും കഥയുണ്ടാവുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് ദ ക്ലാസിക്കൽ പെയിൻറ്റിംഗ് പ്രേയിങ് ഹാൻഡ്സ്. ലെറ്റ് us റീഡ്. ഇവിടെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിക്കലായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. അതിൻ്റെ കുറിച്ചുള്ള ഒരു സ്റ്റോറി ഇവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. പ്രേയിങ് ഹാൻഡ്സ്. ഓക്കെ, അത് ആരാണ് വരച്ചത്? പെയിൻറ്റിംഗ് ബൈ ആൽബ്രക്റ്റ് ഡ്യൂറർ. ഓക്കെ. ബാക്ക് ഇൻ ദ 15th century, in a tiny village in Germany, lived the Dürer family with 18 children. Yes, 18. എന്താ പറയുക നോക്കൂ. 15ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ ഒരു ചെറിയ വില്ലേജിൽ ഡ്യൂറർ ഫാമിലി ജീവിച്ചിരുന്നു. അവർക്ക് 18 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, യെസ്, തെറ്റിപ്പോയിട്ടൊന്നുമില്ല, 18 കുട്ടികൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. യെസ്, 18. ജസ്റ്റ് കീപ് ഫുഡ് ഓൺ ദ ടേബിൾ ഫോർ ദിസ് ബിഗ് ഫാമിലി, ദ ഫാദർ, ഹു വാസ് എ ഗോൾഡ് സ്മിത്ത് ബൈ പ്രൊഫഷൻ, വർക്ക്ഡ് ഫോർ ഓൾമോസ്റ്റ് 18 hours a day. ഓക്കെ, ഈ 18 മക്കളുള്ള ഫാമിലിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തന്നെ അച്ഛൻ ഒരു സ്വർണ്ണപ്പണിക്കാരനാണ്. അയാൾ ഒരു ദിവസം 18 മണിക്കൂർ വർക്ക് ചെയ്തു. അല്ലേ, നമ്മളിപ്പോൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെയാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അയാൾ 18 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്തിട്ടും ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഷ്ടപ്പാടായിരുന്നു. ഹി ഓൾസോ ടുക്ക് ഓൺ എനി അതർ പേയിങ് ജോബ് ഹി കുഡ് ഫൈൻഡ് ഇൻ ദ നെയ്ബർഹുഡ്. അയാൾ അതുമാത്രമല്ല, ശമ്പളം കിട്ടുന്ന അല്ലെങ്കിൽ പണി കിട്ടുന്ന, പൈസ കിട്ടുന്ന എന്ത് ജോലിയും ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തോ അങ്ങനെ ചുറ്റുപാടുള്ള എല്ലാ പണികളും അദ്ദേഹം ചെയ്യുമായിരുന്നു. ഡെസ്പൈറ്റ് ദെയർ ഹോപ്പ്ലെസ് കണ്ടീഷൻ, two of the older children, ആൽബ്രക്റ്റ് ആൻഡ് ആൽബർട്ട്, ഹാഡ് എ ഡ്രീം. അവരുടെ ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ മേലെയും അവരുടെ 2 മക്കളുണ്ടായിരുന്നു. അല്ലേ, ആൽബ്രക്റ്റും ആൽബർട്ടും. അവർക്ക് രണ്ടാക്കും അവർക്കൊരു ഡ്രീം, ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്താണ് അവരുടെ സ്വപ്നം നോക്കാമല്ലോ. ഓക്കെ. ദേ ബോത്ത് വാണ്ടഡ് ടു പെർസ്യൂ ദെയർ ടാലൻറ്റ് ഫോർ ആർട്ട്. അവർക്ക് ആർട്ടിനോടുള്ള അവരുടെ ഇഷ്ടം അത് കണ്ടിന്യൂ ചെയ്യണം, പിന്തുടരുന്നവർക്ക് ആഗ്രഹമുണ്ടായി. But they knew that their father would never be able to send them to study at the academy. ചിത്രം വരയ്ക്കുന്ന അല്ലെങ്കിൽ അവർ ഏതോ കലകൾക്ക് അവർക്ക് താല്പര്യമുണ്ട്. അല്ലേ, ആ കലകൾക്കുള്ള അക്കാദമിയുണ്ട് പഠിപ്പിക്കുന്നത്. അവിടത്തേക്ക് വിടാൻ അവരുടെ ഫാദറിന്, അവരുടെ അച്ഛനാവില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം അത്രയും പാവങ്ങളാണ് അവർ. നേരത്തെ ഭക്ഷണം പോലും തികച്ചു കൊടുക്കാൻ, കഴിക്കാൻ പറ്റാത്ത ഫാമിലിയാണ് അവർ. ആഫ്റ്റർ മെനി ലോങ് ഡിസ്കഷൻസ്, the two boys finally worked out a pact. ഒരുപാട് ഡിസ്കഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഒരുപാട് നാൾ അവർ ആലോചിച്ച് എന്താ ചെയ്യുകയെന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം 2 കുട്ടികളും കൂടി ഒരു ഉടമ്പടി, പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഉടമ്പടിയാണ്, ഒരു ഉടമ്പടിയിൽ എത്തിച്ചേർന്നു. എന്താണ് ഉടമ്പടി? ദേ വുഡ് ടോസ് എ കോയിൻ. ഒരു കോയിൻ എടുത്ത് അവർ ടോസ് ചെയ്യും. അല്ലേ, നമ്മൾ ഹെഡ് ആൻഡ് ടൈൽസ് കളിക്കുന്നില്ല, അതുപോലെ ടോസ് ചെയ്യും. ദ ലൂസർ വുഡ് ഗോ ഡൗൺ ഇൻ ടു ദ നിയർ ബൈ മൈൻസ്. ഓക്കെ, ആരാണോ തോക്കുന്നത് അയാൾ അവിടെ അടുത്തുള്ള ഖനികളിൽ പോയി വർക്ക് ചെയ്യും. എന്നിട്ടോ ഹിസ് ഏർണിങ്സ് വുഡ് സപ്പോർട്ട് ഹിസ് ബ്രദർ ടു സ്റ്റഡി അറ്റ് ദ അക്കാഡമി. അയാൾ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് അയാളുടെ ബ്രദറിനെ അക്കാഡമിയിൽ അയച്ച് പഠിപ്പിക്കും. എന്നിട്ട് അങ്ങനെയാണ് തീരുമാനിച്ചത്. ഓക്കെ, എന്നിട്ട് എന്താണ്? ഇൻ 4 years ദ ബ്രദർ ഹു വൺ ദ ടോസ് വുഡ് കംപ്ലീറ്റ് ഹിസ് സ്റ്റഡീസ്. ആരാണോ ആ ടോസ് ഇട്ടതിൽ ജയിച്ചത് അയാൾ 4 വർഷത്തിൽ അയാളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യും. അയാളുടെ അക്കാഡമിയിലെ പഠിത്തം, അല്ലേ, ചിത്രം വരെയായാലും എന്തായാലും പാട്ടായാലും ഡാൻസ് ആയാലും അത് അയാൾ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് he would then support his brother to go to the academy. If necessary, he would even work in the mines for that. ആ 4 വർഷത്തിൽ അയാളുടെ കോഴ്സ് അക്കാഡമിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അയാൾ തിരിച്ച് വന്നിട്ട് മറ്റേ ബ്രദറിന്, ആർട്ട് ഇഷ്ടമുള്ള മറ്റേ ബ്രദറിന് അയാൾ സപ്പോർട്ട് ചെയ്യും. ഇനി പൈസ എത്തുന്നില്ല എന്നാണെങ്കിൽ അയാൾ ഖനിയിൽ പോയി വർക്ക് ചെയ്യാൻ പോലും അയാൾ റെഡിയാണ്. അതാണ് അവർ തമ്മിലുണ്ടാക്കിയ ഉടമ്പടി. ഓക്കെ, അതിലൊരു ക്വസ്റ്റ്യനുള്ള നോക്കൂ. വൈ വാസ് ഇറ്റ് ടഫ് ടു കീപ് ഫുഡ് ഓൺ ദ ടേബിൾ ഫോർ ദ ഡ്യൂറർ ഫാമിലി? എന്തുകൊണ്ടാണ് ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം പോലും മേശപ്പുറത്തെത്തിക്കാൻ, എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ ഇല്ലാണ്ടാകാൻ അത്രയും ബുദ്ധിമുട്ടാവാൻ കാരണം എന്താണ്? ഇറ്റ് വാസ് ഹാർഡ് ടു കീപ് ഫുഡ് ഓൺ ദ ടേബിൾ ബിക്കോസ് ദ ഡ്യൂറർ ഫാമിലി ഹാഡ് 18 ചിൽഡ്രൻ. 18 മക്കളുണ്ടായിരുന്നു. ആൻഡ് ദ ഫാദർ ഡിഡ് നോട്ട് ഏൺ മച്ച് മണി ഈവൻ ദോ ഹി വർക്ക്ഡ് വെരി ഹാർഡ്. അല്ലേ, ഒരുപാട് കഷ്ടപ്പെട്ട് അദ്ദേഹം ജോലി ചെയ്തെങ്കിൽ പോലും, അച്ഛൻ ജോലി ചെയ്തെങ്കിൽ പോലും 18 മക്കളുള്ളതുകൊണ്ട് അത്രയും മക്കൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം അയാൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി, സമ്പാദിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കഷ്ടപ്പാട് ആ ഫാമിലിക്ക് വന്നത്. അടുത്ത നോക്കൂ. വൺ സൺഡേ മോർണിംഗ് ആഫ്റ്റർ ചർച്ച് ദേ ടോസ്ഡ് ദ കോയിൻ ദാറ്റ് വുഡ് ഡിറ്റർമിൻ ദെയർ ഫ്യൂച്ചർ. ആൽബ്രക്റ്റ് ഡ്യൂറർ, ദ യങ്ങർ ബ്രദർ, വൺ ദ ടോസ് ആൻഡ് വെൻറ്റ് ഓഫ് ടു ദ അക്കാഡമി. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ പോയിട്ട്, ഞായറാഴ്ച പള്ളിയിൽ പോയി വന്നതിന് ശേഷം എന്ത് ചെയ്തു? ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്തു.
അതിൽ വിജയിക്കുന്നയാൾ അക്കാദമിയിൽ പോകും, തോക്കുന്നയാൾ ഖനിയിൽ പോയി പണിയെടുക്കും. അങ്ങനെ ടോസ് ചെയ്തപ്പോൾ അതിനകത്ത് യങ്ങർ ബ്രദറായിട്ടുള്ള ആൽബ്രക്റ്റ് എന്നുള്ള ആളാണ് ജയിച്ചത്. ഓക്കെ, അങ്ങനെ അയാൾ അക്കാദമിയിൽ പോയി പഠിക്കാൻ തുടങ്ങി. ആൽബർട്ട് went down into the dangerous mines and for the next 4 years supported his brother. ആൽബർട്ട് എന്താണ് തോറ്റു, അതുകൊണ്ട് അയാൾ ഖനിയിൽ പോയി വർക്ക് ചെയ്തു. ആൽബ്രക്റ്റ് എന്ത് ചെയ്തു, അയാളുടെ ഡ്രീം ചേസ് ചെയ്യാൻ വേണ്ടി അയാൾ അക്കാദമിയിലേക്ക് പോയി പഠിക്കാൻ വേണ്ടിയിട്ട്. ആൽബ്രക്ട്സ് വർക്ക് അറ്റ് ദ അക്കാദമി വാസ് ഓൾമോസ്റ്റ് ആൻ ഇമ്മീഡിയറ്റ് സെൻസേഷൻ. ആൽബ്രക്റ്റ് അവിടെ പോയിട്ട് അയാളുടെ വർക്കൊക്കെ പെട്ടെന്ന് തന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിപ്പോയി. ഇമ്മീഡിയറ്റ് സെൻസേഷനായി എന്ന് വെച്ചാൽ എന്താണ്, പെട്ടെന്ന് തന്നെ അയാളെ എല്ലാവരും അറിയപ്പെട്ടു. വളരെ നല്ലതായിട്ട് ചിത്രം വരയ്ക്കും അല്ലെങ്കിൽ എഴുതുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അയാൾ പെട്ടെന്ന് എല്ലാവർക്കിടയിലും ഫേമസ് ആയി. ഓക്കെ, ആൽബ്രക്ട്സ് എച്ചിങ്സ്, ഹിസ് വുഡ് കട്ട്സ് ആൻഡ് ഹിസ് ഓയിൽ പെയിൻറ്റിങ്സ് വെർ ഫാർ ബെറ്റർ ദാൻ ദോസ് ഓഫ് മോസ്റ്റ് ഓഫ് ഹിസ് പ്രൊഫസേഴ്സ്. By the time he graduated, he was beginning to earn a considerable fee for his works. അയാളുടെ പെയിൻറ്റിങ്സൊക്കെ വുഡ് കട്ട്സും എച്ചിങ്സും ഓയിൽ പെയിൻറ്റിങ്സൊക്കെ എന്താണ് ഒരുപാട് അയാളുടെ പ്രൊഫസേഴ്സിനെക്കാളും ഒരുപാട് നല്ലതായിരുന്നു. അങ്ങനെ അയാളുടെ കോഴ്സ് കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്കും അയാൾ നല്ലൊരു എമൗണ്ട് അയാൾ ശമ്പളം പോലെ വാങ്ങാൻ വേണ്ടി ഏൺ ചെയ്യാൻ വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി തുടങ്ങി. When the younger artist returned to his village, the Dürer family held a festive dinner on their lawn to celebrate his homecoming. എന്താണ് ആ യങ്ങർ ബ്രദർ അല്ലേ ആൽബ്രക്റ്റ് അയാളുടെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഡ്യൂറർ ഫാമിലി വലിയൊരു ഡിന്നർ പ്ലാൻ ചെയ്തു. അവിടെയാണ് അവരുടെ പുൽത്തകിടിയിൽ, അവരുടെ മുറ്റത്തോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പുൽത്തകിടിയിൽ തന്നെ പ്ലാൻ ചെയ്തു. എന്നിട്ട് എന്താണ്, ഇറ്റ് വാസ് എ ലോങ് ആൻഡ് മെമ്മറബിൾ മീൽ ഫിൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലാഫ്റ്റർ. നല്ലൊരു മെമ്മറബിൾ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു ദിവസമായിരുന്നു അന്നല്ലേ. മെയിൽ നല്ലൊരു ഫുഡും നല്ല ഭക്ഷണമായിരുന്നു അന്ന്. ഫിൽഡ് വിത്ത് മ്യൂസിക്കും പാട്ടും ഡാൻസും ചിരിയും തമാശയൊക്കെ ആയിട്ട് നല്ലൊരു ദിവസം. അറ്റ് ദ എൻഡ് ആൽബ്രക്റ്റ് റോസ് ഫ്രം ഹിസ് ഹോണേർഡ് പൊസിഷൻ അറ്റ് ദ ഹെഡ് ഓഫ് ദ ടേബിൾ. അതിൻ്റെ പരിപാടിയുടെ അവസാനമായപ്പോൾ ആൽബ്രക്റ്റ് അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ടോ ഹി ഡ്രാങ്ക് എ ടോസ്റ്റ് ഹിസ് ബിലവഡ് ബ്രദർ ഫോർ ദ ഇയേഴ്സ് ഓഫ് സാക്രിഫൈസ് ദാറ്റ് ഹാഡ് എനേബിൾഡ് ഹിം ടു ഫുൾഫിൽ ഹിസ് അംബിഷൻ. അയാൾ എഴുന്നേറ്റ് നിന്ന് ഹി ഡ്രാങ്ക് എ ടോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ നമ്മളൊരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിജയിച്ചിട്ടാകുമ്പം കള്ളെല്ലാം കുടിക്കുമ്പോൾ കണ്ടില്ലേ കുപ്പി ഒരു ഗ്ലാസ്സിൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി പിടിക്കുന്ന ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കി പിടിക്കുന്നത്. അത് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിജയിച്ച ഒരാളെ അഭിനന്ദിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് കേട്ടോ. അതിന് ആശംസാപാനം എന്നാണ് പറയുക. അങ്ങനെ ഗ്ലാസ്സൊക്കെ പൊക്കിപ്പിടിച്ച് എന്തിനാണ്, ബ്രദറിനോട് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. ആൽബർട്ടിൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണ് ആൽബ്രക്റ്റിന് അക്കാദമിയിൽ പോയി പഠിക്കാൻ കഴിഞ്ഞത്. സോ അതിന് താങ്ക് യു ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്, ഗ്ലാസ്സൊക്കെ പൊക്കി പിടിച്ച് താങ്ക്സ് ചെയ്തത്. എന്നിട്ടോ ഹിസ് ക്ലോസിംഗ് വേർഡ്സ് വർ, ആൻഡ് നൗ ആൽബർട്ട്, ബ്ലെസ്ഡ് ബ്രദർ ഓഫ് മൈൻ, നൗ ഇറ്റ് ഈസ് യുവർ ടേൺ. നൗ യു ക്യാൻ ഗോ ടു ദ അക്കാദമി ടു പേഴ്സ്യൂ യുവർ ഡ്രീം ആൻഡ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. എന്താ പറഞ്ഞത്, ബ്രദർ എൻ്റെ ഏട്ടാ, ഇനി നിങ്ങളുടെ ചാൻസാണ്. നിങ്ങൾക്കിനി അക്കാഡമിയിൽ പോയി പഠിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ചേസ് ചെയ്യാം, ഞാൻ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യും, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമെന്ന് ആര് പറഞ്ഞു, ആൽബ്രക്റ്റ് പറഞ്ഞൊക്കെ നന്ദിയോടുകൂടി പറഞ്ഞു. ഇനി 2 ക്വസ്റ്റ്യൻസെല്ലാം നോക്കൂ. വൈ ഡിഡ് ദ ബ്രദേഴ്സ് ഡിസൈഡ് ടു ടോസ് എ കോയിൻ? എന്തുകൊണ്ടാണ് ആ സഹോദരങ്ങൾ കോയിൻ ടോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്? ദേ ഡിസൈഡഡ് ടു ടോസ് എ കോയിൻ ബിക്കോസ് ദേ വർ പുവർ ആൻഡ് കുഡ് അഫോർഡ് ടു സെൻഡ് ഓൺലി വൺ ബ്രദർ ടു ദ അക്കാഡമി അറ്റ് എ ടൈം. അല്ലേ, ഒരേ സമയം ഒരു ബ്രദറിനെ മാത്രം, ഒരാളെ മാത്രം അക്കാഡമിയിലേക്ക് അയക്കാൻ വേണ്ടി മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. കാരണം അവർ വളരെ പാവപ്പെട്ട ആൾക്കാരായിരുന്നു. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഹൗ ഡിഡ് ദ ഡ്യൂറർ ഫാമിലി സെലിബ്രേറ്റ് ആൽബ്രക്ട്സ് റിട്ടേൺ? എങ്ങനെയാണ് ഡ്യൂറർ ഫാമിലി ആൽബ്രക്റ്റിൻ്റെ റിട്ടേൺ, തിരിച്ചയാൾ കോഴ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നത് എങ്ങനെയാണ് അവർ ആഘോഷിച്ചത്? ദ ഡ്യൂറർ ഫാമിലി സെലിബ്രേറ്റഡ് ഹിസ് റിട്ടേൺ ബൈ ഹാവിങ് എ ഫെസ്റ്റീവ് ഡിന്നർ വിത്ത് മ്യൂസിക്, ലാഫ്റ്റർ ആൻഡ് എ ടോസ്റ്റ് ഇൻ ഹിസ് ഓണർ. പാട്ടും ചിരിയും പാട്ടും സന്തോഷമൊക്കെ ആയിട്ടാണ് അവർ ആഘോഷിച്ചത് അയാളുടെ തിരിച്ചു വരവ്. All heads turned in eager expectations to the far end of the table where Albert sat. ആൽബ്രക്റ്റ് ഇങ്ങനെ പറഞ്ഞു അല്ലേ, ഞാൻ ഇനി നിങ്ങളെ പഠിപ്പിക്കും, ഇനി നിങ്ങളുടെ ചാൻസാണ് കേട്ടോ, നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഡ്രീം ചേസ് ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞപ്പം എല്ലാവരും പ്രതീക്ഷയോടെ എന്താണ് ആൽബർട്ട് പറയാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് മേശയുടെ സൈഡിൽ അങ്ങേയറ്റത്തിരുന്ന് ആൽബർട്ടിന് നേരെ തിരിഞ്ഞു. എന്നിട്ടോ ടിയേഴ്സ് വെർ സ്ട്രീമിങ് ഡൗൺ ഹിസ് പെയിൽ ഫേസ്. അയാളുടെ വിളറിയ മുഖത്ത് നിന്ന് കണ്ണുനീരിങ്ങനെ ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷേക്കിംഗ് ഹിസ് ലോവേർഡ് ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ് ഹി സോബ്ഡ് ആൻഡ് റിപ്പീറ്റഡ്,
ഓവർ ആൻഡ് ഓവർ അഗെയിൻ. നോ 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 നോ. എന്താണ് ഷേക്കിംഗ് ഹിസ് ലോവേർഡ്. തല ഇങ്ങനെ കുനിച്ച് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. തല ഇങ്ങനെ കുനിച്ച് പിടിച്ചിരിക്കുന്ന തല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ക്ക് ചെയ്തു. നമ്മളില്ല എന്ന് പറയില്ല, രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ആക്കുന്നതിനാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. വീണ്ടും വീണ്ടും ഞാൻ ഇല്ല പോകുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ടോ ഫൈനലി ആൽബർട്ട് റോസ് ആൻഡ് വൈപ്പ് ദ ടിയേഴ്സ് ഓൺ ഹിസ് ചിക്സ്. അയാൾ എഴുന്നേറ്റിട്ട് അയാളുടെ കണ്ണുനീർ തുടച്ചു. ഹി ഗ്ലാൻസ് ഡൗൺ ദ ലോങ് ടേബിൾ അറ്റ് ദ ഫേസസ് ഹി ലവ്ഡ്. ടേബിളിൽ അയാൾ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവിടെ ഇരുന്നതല്ലേ, അവരുടെയൊക്കെ മുഖത്തേക്ക് അദ്ദേഹം നോക്കി. ദെൻ ഹോൾഡിംഗ് ഹിസ് ഹാൻഡ്സ് close to his right cheek, he said softly, "No, brother, I cannot go to the academy. It is too late for me. Look what 4 years in the mines have done to my hands." എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കൈകളിങ്ങനെ വലത്തെ ചീക്സ് നിന്ന് കവിളുകൾക്ക് നേരെ ഇങ്ങനെ നീട്ടിയിട്ട് പറഞ്ഞു, സോഫ്റ്റായിട്ടിങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്, ഇല്ല ബ്രദർ, ഇല്ല അനിയ, എനിക്ക് പോകാൻ കഴിയില്ല. ഐ കനോട്ട് ഗോ ടു ദ അക്കാദമി, എനിക്ക് പോകാൻ കഴിയില്ല. ഇറ്റ് ഈസ് ടു ലേറ്റ് ഫോർ മീ, ഞാൻ ഒരുപാട് ലേറ്റായിപ്പോയി. നോക്കൂ എൻ്റെ കൈകൾ നോക്കൂ, നീ ഈ 4 വർഷത്തെ അധ്വാനം എന്താണ് എൻ്റെ കൈകൾ ഉണ്ടാക്കി വെച്ചതെന്ന് നിങ്ങൾ നീ നോക്കൂ എന്ന് പറഞ്ഞു. ദ ബോൺസ് ഇൻ എവ്രി ഫിംഗർ ഹാവ് ബീൻ സ്മാഷ്ഡ് അറ്റ്ലീസ്റ്റ് വൺസ്. എന്താണ്, ഖനികളിൽ ഇങ്ങനെ അടിച്ച് പണിയെടുക്കുമ്പോൾ എല്ലുകളൊക്കെ അടിച്ച് ശരിക്കും മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ഓരോ വിരലിലെയും എല്ലുകൾ ചതഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്, ഐ കനോട്ട് ഈവൻ ഹോൾഡ് എ ഗ്ലാസ് ടു റിട്ടേൺ യുവർ ടോസ്റ്റ്, മച്ച് ലെസ് മേക്ക് ആർട്ട് ഓൺ ക്യാൻവാസ് വിത്ത് എ പെൻ ഓർ എ ബ്രഷ്. എന്താ പറയുന്നത്, എനിക്കൊരു ഗ്ലാസ്, നീ നേരത്തെ ടോസ്റ്റ് ഗ്ലാസ് പൊക്കി പിടിച്ച് എനിക്ക് ഇത് പറഞ്ഞു അല്ലേ, വിജയം പറഞ്ഞു. അപ്പോൾ എനിക്ക് തിരിച്ചത് ഒരു ഗ്ലാസ് പിടിച്ച് കൈ ഉയർത്തി നിന്നോടത് തിരിച്ച് പറയാൻ പോലും, താങ്ക് യു പറയാൻ പോലും എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് എൻ്റെ കൈ ഇതായിട്ടാണുള്ളത്, ചതഞ്ഞു പോയിട്ടാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഒരു ക്യാൻവാസിൽ ഒരു പെന്നോ അല്ലെങ്കിൽ ബ്രഷോ വെച്ച് ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുക എന്നാണ് ചോദിക്കുന്നത്. മോർ ദാൻ 500 years have passed. 500 വർഷങ്ങൾ കഴിഞ്ഞു. By now, hundreds of Albrecht Dürer masterful portraits, pen and silver point sketches, watercolors, charcoals, woodcuts and copper impressions hang in every great museum in the world. ഇപ്പോൾ 500-ലേറെ വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരുപാട് പെയിൻറ്റിങ്ങുകൾ മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ, പലതരത്തിലുള്ള പെയിൻറ്റിങ്സ് അല്ലേ, വാട്ടർ കളറും വുഡ് കട്ടും മരത്തിൻ്റെ മേലെ ചെയ്തതും ഒക്കെ ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ എന്താണ് പറയുന്നത്, ബട്ട് മോസ്റ്റ് പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത് ഓൺലി വൺ ഓഫ് ആൽബർട്ട് ഡ്യൂറേഴ്സ് വർക്ക്. എല്ലാവർക്കും, ഒരുവിധ ആൾക്കാർക്കൊക്കെ പക്ഷേ പരിചിതമായിട്ടുള്ളത് ഒരു വർക്ക് മാത്രമാണ്. ഏതാണത് പറയുമല്ലേ, നോക്കാം നമുക്ക്. വൺ ഡേ he decided to pay homage to his brother Albert for all that he had sacrificed. ഒരു ദിവസം ആൽബ്രക്റ്റ് തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ സാക്രിഫൈസുകൾക്കൊക്കെ ഒരു ആദരം, ഒരു നന്ദി പ്രകടിപ്പിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഓക്കെ, എന്നിട്ടോ ആൽബ്രക്റ്റ് ഡ്യൂറർ painstakingly drew his brother's abused hands with the palms held together with the thin fingers stretched skyward. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ കൈകൾ വരച്ചു. കുറേ കഷ്ടപ്പെട്ട് ആ കൈകൾ വരച്ചു. എങ്ങനെയാണ്, കൈകൾ കൂപ്പി പിടിച്ച പോലെ അല്ലേ, 2 കൈകളും തമ്മിൽ ചേർത്ത് പിടിച്ച് വിരലുകൾ മേലോട്ട് സ്കൈവേർഡ്, ആകാശത്തേക്ക് കൂപ്പി പിടിച്ച പോലെ ഉള്ള കൈകൾ വരച്ചു. He called his powerful drawing simply hands, but the world renamed his tribute of love as the praying hands. എന്താണ്, അദ്ദേഹം ആ പെയിൻറ്റിങ്ങിന് കൊടുത്ത പേര് ഹാൻഡ്സ് എന്ന് മാത്രമാണ്. പക്ഷേ നമ്മുടെ ആ ലോകം അല്ലേ, ആൾക്കാരൊക്കെ അത് കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്നേഹം, ഏട്ടനോടുള്ള സ്നേഹം മനസ്സിലാക്കിയില്ലെങ്കിൽ ഏട്ടൻ തന്നെയല്ലേ, ഏട്ടനോടുള്ള സ്നേഹം മനസ്സിലാക്കിയിട്ട് ആ ചിത്രത്തിന് ദ പ്രേയിങ് ഹാൻഡ്സ് എന്ന് പേര് കൊടുത്തു. ദ നെക്സ്റ്റ് ടൈം യു സീ എ കോപ്പി ഓഫ് ദാറ്റ് ടച്ചിങ് ക്രിയേഷൻ, ടേക്ക് എ സെക്കൻഡ് ലുക്ക്. എന്താണ്, ഇനി ആ ചിത്രം നിങ്ങൾ ഒന്നുകൂടെ കാണുമ്പോൾ 2 പ്രാവശ്യം നോക്കണേ, നല്ലോണം ഒന്ന് മനസ്സിരുത്തി നോക്കൂ എന്നാണ് പറയുന്നത്. ലെറ്റ് us remember that no one ever, okay, no one ever makes it alone. എന്താണ് ചിന്തിക്കേണ്ടത്, no one ever makes it alone. ആർക്കും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു ജീവിക്കും, നമ്മുടെ ഭൂമിയിലുള്ള ഒരു ജീവിക്ക് പോലും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല കേട്ടോ. നമ്മളെല്ലാം സഹജീവികളാണ്. നമുക്ക് മറ്റൊരാളുടെ സഹായമില്ലാണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് അല്ലേ, നമ്മൾ ജനിച്ചത് നമ്മുടെ അമ്മയുടെ സഹായത്തോടു കൂടിയാണ്. നമ്മൾ വളർന്ന ഒരു കുറച്ച് കാലങ്ങളിൽ നമ്മളുടെ അച്ഛൻ്റെ സഹായത്തോടു കൂടി നമ്മൾ വളരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു കാലത്ത് ഒരാളുടെ സഹായമില്ലാണ്ട് ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. വളരെ നല്ല ടച്ചിങ് ആയിട്ടൊരു സ്റ്റോറിയാണ് അല്ലേ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് മെസ്സേജ് ഡു വി ഗെറ്റ് ഫ്രം ദ സ്റ്റോറി ഓഫ് ആൽബർട്ട് ആൻഡ് ആൽബ്രക്റ്റ്? ഈ ബ്രദേഴ്സ്, 2 സഹോദരങ്ങളുടെ ഇടയിൽ നമുക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നത്? എന്താണ്
ദ സ്റ്റോറി ടീച്ചേഴ്സ് എസ് ദ വാല്യൂ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ മഹിമ എത്രത്തോളമാണ് നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ സാക്രിഫൈസ് ആൻഡ് ബ്രദർഹുഡ്. സാക്രിഫൈസ് എന്ന ത്യാഗം, അല്ലേ, ത്യാഗത്തിൻ്റെ വില എത്രത്തോളമാണെന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ ബ്രദർഹുഡ്, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുന്നു. It shows that success is possible with family support and that no one succeeds alone. ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാകുള്ളൂ. ഒരാളും ഒറ്റയ്ക്ക് ഒന്നും ചെയ്ത് ജയിച്ചിട്ടില്ല എന്നാണ് ഈ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, നോക്കൂ. കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് സെൻറ്റൻസ് കറക്റ്റാണ്, കുറച്ചൊന്നും തെറ്റാണ്. അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കി. ആൽബർട്ട് ആൻഡ് ആൽബ്രക്റ്റ് ഡ്യൂറർ കെയിം ഫ്രം എ വെൽത്തി ഫാമിലി. അത് പറയുന്നതാണ് അയാളൊരു റിച്ചായിട്ട് നല്ല പണക്കാര ഫാമിലിയിൽ നിന്നാണ് ആൽബർട്ടും ആൽബ്രക്റ്റും വന്നിട്ടുള്ളത് എന്നാണ്. ശരിയാണോ? അല്ല, ഇറ്റ്സ് റോങ്. അതിൻ്റെ കറക്റ്റ് സെൻസ് ഇങ്ങനെയാണ്. ആൽബർട്ട് ആൻഡ് ആൽബ്രക്റ്റ് ഡ്യൂറർ കെയിം ഫ്രം എ പുവർ ഫാമിലി, സോ ദേ ഹാഡ് ടു മേക്ക് എ ഡിഫിക്കൽട്ട് ചോയ്സ് ടു പെർസ്യൂ ദെയർ ഡ്രീംസ്. അവർക്ക് കഷ്ടപ്പെട്ടൊരു ഡിസിഷൻ എടുത്തിട്ട് ഡ്രീം ചേസ് ചെയ്യാൻ വേണ്ടി ഒരു കഷ്ടപ്പെട്ട ഡിസിഷൻ എടുക്കേണ്ടി വന്നു. അടുത്ത സെൻറ്റൻസ്. ആൽബ്രക്റ്റ് ഡ്യൂറർ ദ യങ്ങർ ബ്രദർ വൺ ദ ടോസ് ആൻഡ് വെൻറ്റ് ഓഫ് ടു ദ അക്കാദമി ഇമ്മീഡിയറ്റ്ലി. അത് ശരിയാണല്ലേ. യങ്ങർ ബ്രദറിനാണ് ചാൻസ് കിട്ടുന്നതും അയാളാണ് അക്കാദമിയിലേക്ക് പെട്ടെന്ന് തന്നെ പോയതും. മൂന്നാമത്തെ സെൻറ്റൻസ്. ആൽബർട്ട് വാസ് എന്തൂസിയാസ്റ്റിക് അബൌട്ട് ദ ഐഡിയ ഓഫ് ഗോയിങ് ടു ദ അക്കാദമി ആഫ്റ്റർ ആൽബ്രക്ട്സ് റിട്ടേൺ. ആൽബ്രക്റ്റ് തിരിച്ചു വന്നതിന് ശേഷം അക്കാദമിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആൽബർട്ട് വളരെ ഇഷ്ടത്തോടു കൂടിയാണ് അത് കേട്ടത്. ശരിയാണോ? അല്ല, ഇറ്റ്സ് റോങ് അല്ലേ. ആൽബർട്ടിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. നോക്കൂ അതിൻ്റെ കറക്റ്റ് സെൻറ്റൻസ് എങ്ങനെയാണെന്ന്. ആൽബർട്ട് വാസ് നോട്ട് എന്തൂസിയാസ്റ്റിക് അബൌട്ട് going to the academy after Albert's return because his hands were damaged from working in the mines. ഖനികളിലൊക്കെ ജോലി ചെയ്ത് കൈകളൊക്കെ വല്ലാണ്ട് നശിച്ചു പോയിരുന്നു. അടുത്ത സെൻറ്റൻസ്. ആൽബർട്ട് ഡിസൈഡഡ് നോട്ട് ടു അറ്റൻഡ് ദ അക്കാദമി ബിക്കോസ് ഓഫ് ഹിസ് ഫിസിക്കൽ ഇഞ്ചുറീസ് ഫ്രം വർക്കിംഗ് ഇൻ ദ മൈൻസ്. ആൽബർട്ട് ഡിസൈഡ് ചെയ്തു അക്കാദമിയിലേക്ക് പോകുന്നില്ല എന്ന്, കാരണം ഖനികളിൽ വർക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൈകളൊക്കെ ഇഞ്ചുറി ആയതുകൊണ്ട്. ആ സെൻറ്റൻസ് ശരിയാണ്. അടുത്ത സെൻറ്റൻസ്. ആൽബ്രക്റ്റ് ഡ്യൂറേഴ്സ് ആർട്ടിസ്റ്റിക് സക്സസ് ഈസ് അട്രിബ്യൂട്ടഡ് സോൺലി ടു ഹിസ് ഓൺ എഫേർട്സ്. അയാളുടെ മാത്രം കഴിവ് കൊണ്ടാണ് ആൽബ്രക്റ്റ് സക്സസ് ആയത് ലൈഫിൽ. ശരിയാണോ അത്? ഇറ്റ്സ് റോങ്. ആൽബ്രക്ട്സ് ഡ്യൂറേഴ്സ് സക്സസ് വാസ് പോസിബിൾ ബിക്കോസ് ഓഫ് ആൽബർട്ട്സ് സാക്രിഫൈസ് ആൻഡ് സപ്പോർട്ട്. അയാളുടെ ബ്രദറായ ആൽബർട്ടിൻ്റെ സാക്രിഫൈസും സപ്പോർട്ടും ഉള്ളത് കൊണ്ട് മാത്രമാണ് ആൽബ്രക്റ്റ് ഇത്രയും സക്സസ്ഫുൾ ആയത്, അല്ലേ? രണ്ടാമത്തെ ആക്ടിവിറ്റി. അവിടെ കുറേ സെൻറ്റൻസ് വീണ്ടും തന്നിട്ടുണ്ട്. സ്റ്റോറിയിലുള്ള കുറച്ച് ഇവൻറ്റ്സ് ആണ്. അതിനെ റീ അറേഞ്ച് ചെയ്യാനാണ് തന്നിട്ടുള്ളത് കേട്ടോ. 8 എണ്ണം തന്നിട്ടുണ്ട്. അതിനെ റീ അറേഞ്ച് ചെയ്യേണ്ടത് അടുത്ത ഇതിൽ തന്നിട്ടുണ്ട്. നോക്കുക എങ്ങനെയാണെന്ന്. ആൽബർട്ട് ആൻഡ് ആൽബർട്ട് ഹാഡ് എ ഡ്രീം. അതാണ് ഒന്നാമത്തത്. ഓക്കെ, ആൽബർട്ട് ആൻഡ് ആൽബ്രക്റ്റ് ഹാഡ് എ ഡ്രീം. ഇവിടെ 7ാമത്തതാണ് ശരിക്കും ഒന്നാമത്തായി വരുന്നത്. അടുത്തത്. ദേ ബോത്ത് വാണ്ടഡ് ടു പെർസ്യൂ ദെയർ ടാലൻറ്റ് ഫോർ ആർട്ട് ബട്ട് ദേ ന്യൂ ദെയർ ഫാദർ കുഡ് നോട്ട് സെൻഡ് ദം ടു ദ അക്കാദമി. അവർക്ക് ആർട്ടിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് സാധിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അവരുടെ ഫാദറിന് അത് ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്കറിയാമായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? ആഫ്റ്റർ മെനി ലോങ് ഡിസ്കഷൻസ് ദ 2 ബോയ്സ് ഫൈനലി വർക്ക്ഡ് ഔട്ട് എ പാക്ട്. ഒരു ഉടമ്പടി എടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു, ഒരുപാട് ചിന്തകൾക്ക് ശേഷം. 4ാമത്തത്. ആൽബ്രക്റ്റ് ഡ്യൂറർ ദ യങ്ങർ ബ്രദർ വൺ ദ ടോസ് ആൻഡ് വെൻറ്റ് ഓഫ് ടു ദ അക്കാദമി. അല്ലേ, ആൽബ്രക്റ്റ് ഡ്യൂററാണ് ചാൻസ് കിട്ടി അക്കാദമിയിലേക്ക് പോയത്. 5ാമത്തത്. വെൻ ദ യങ് ആർട്ടിസ്റ്റ് റിട്ടേൺ ടു ഹിസ് വില്ലേജ് ദ ഡ്യൂറർ ഫാമിലി ഹെൽഡ് എ ഫെസ്റ്റീവ് ഡിന്നർ. അയാൾ തിരിച്ചു വന്നപ്പോൾ വലിയൊരു ഡിന്നർ അറേഞ്ച് ചെയ്തു ഡ്യൂറർ ഫാമിലി. അടുത്തത്. ഫൈനലി ആൽബർട്ട് റോസ് ആൻഡ് വൈപ്പ് ദ ടിയേഴ്സ് ഓൺ ഹിസ് ചീക്സ്. അവസാനം അദ്ദേഹം എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് തുടച്ചു. അടുത്തത്. ആൽബർട്ട് സെഡ് ദാറ്റ് ഹി കുഡ് നോട്ട് ഈവൻ ഹോൾഡ് എ ഗ്ലാസ് ടു റിട്ടേൺ ദ ടോസ്റ്റ്, മച്ച് ലെസ് മേക്ക് ആർട്ട് വിത്ത് എ പെൻ ഓർ ബ്രഷ്. അയാൾ ആൽബ്രക്റ്റ് കൊടുത്ത ടോസ്റ്റിന് തിരിച്ചൊരു ടോസ്റ്റ് പറയാൻ പോലും, അല്ലേ, കൈപൊക്കി പിടിച്ച് ആശംസാപാനം ചെയ്യാൻ പോലും ആൽബർട്ടിനാവില്ല. അങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് പോയിട്ട് പെയിൻറ്റിങ് ചെയ്യുക എന്ന് അദ്ദേഹം ചോദിച്ചു, ആൽബർട്ട് ചോദിച്ചു. അടുത്തത് 8ാമത്തത്. ആൽബ്രക്റ്റ് ഡ്യൂറർ പെയിൻസ്റ്റേക്കിംഗ്ലി ഡ്രൂ ഹിസ് ബ്രദേഴ്സ് അബ്യൂസ്ഡ് ഹാൻഡ്സ് വിത്ത് പാംസ് ഹെൽഡ് ടുഗെദർ ആൻഡ് ഫിംഗേഴ്സ് സ്ട്രെച്ച്ഡ് സ്കൈവേർഡ്. ലാസ്റ്റത് ഇതാണ്. അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ ചിത്രം വരച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ ചിത്രം കൈകൾ മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ച് ആകാശത്തിനെക്കൊള്ള ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം വരച്ചു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ആ ഒരു സ്റ്റോറി അതിൻ്റെ ആക്ടിവിറ്റീസും കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി യൂണിറ്റ് 4 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക മക്കളെ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.